നിങ്ങൾക്കും എന്നെപ്പോലെ കല്ലുമ്മക്കായ് ഫേവറേറ്റ് ആണെങ്കിൽ നമുക്കൊരു അടിപൊളി കല്ലുമ്മക്കായ് നിറച്ചത് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് നടുവിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് തലേന്ന് കുതിർത്തി വെച്ച പുഴുങ്ങലരിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, അതേപോലെ തന്നെ ഉള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എന്താക്കുക, അടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു തിക്കാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടിയും അതേപോലെ തന്നെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മാവൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ മാവ് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ക്ലീനാക്കി വെച്ച കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫില്ല് ചെയ്ത കല്ലുമ്മക്കായ് ആവിച്ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കല്ലുമ്മക്കായൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളെ കല്ലുമ്മക്കായ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. പൊരിക്കാൻ വേണ്ടിയുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നേരത്തെ നമ്മൾ പുഴുങ്ങുമ്പോൾ കല്ലുമ്മക്കായൻ്റെ വെള്ളം കിട്ടും കേട്ടോ, ആ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയോ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ കല്ലുമ്മക്കായ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൊരിച്ചിട്ടും തിന്നാം, എല്ലാം നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്തില്ല, അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം.